ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു ചെടിച്ചട്ടി നിർമ്മിക്കാം. ഞങ്ങളുടെ കയ്യിലുള്ളത് ഈ ബക്കറ്റാണ്. അത് കാരണം ഈ ബക്കറ്റിലാണ് ഞങ്ങൾ അളക്കണത്. 3 ബക്കറ്റിൽ എംസാൻഡ് എടുക്കുക. ഒരു ബക്കറ്റ് നമുക്ക് സിമെൻറ്റ് എടുക്കാം. 3 പാത്രം എംസാൻഡും 1 പാത്രം സിമെൻറ്റും എന്ന അളവിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങളിവിടെ എടുത്താക്കുന്നത് 2 ചട്ടിയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. അടുക്കളയിൽ പാചകം കഴിഞ്ഞ് ബാക്കിയുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായി വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിമെൻറ്റ് തൂവി കൊടുക്കാം. ഇങ്ങനെ ചെയ്യണത് നമുക്ക് ഉണ്ടാക്കണ ചട്ടി ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയാണ്. ഇങ്ങനെ നന്നായി തേച്ച് കൊടുക്കണം. സിമെൻറ്റും എംസാൻഡും കുഴച്ചത് നമുക്ക് വെള്ളമൊഴിച്ച് ഇത് പുട്ടിൻ്റെ ഭാഗത്തിന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഇട്ട് ചെയ്യാം. ഞങ്ങളിവിടെ ചെയ്യണില്ല. ഗ്ലൗസ് ഇടുകയാണെങ്കിൽ നല്ലതാണ്, കൈ പൊള്ളൂല. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് പാകമായോ എന്ന് അറിയാൻ വേണ്ടി കയ്യിലെടുത്തിട്ട് ഉണ്ടുരുത്താം. എന്നിട്ട് നിവർത്തുമ്പോൾ പോയാൽ ആയിട്ടില്ല. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കുഴക്കേണ്ടി വരും. ഇത് ആയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടില്ല. ഇനി നമുക്ക് ചട്ടിയിലോട്ട് തേച്ച് കൊടുക്കാം. അടിഭാഗം നന്നായിട്ട് സ്ട്രോങ് ആവാൻ വേണ്ടി ഇത്തിരി സിമെൻറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സ് ചെയ്തതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി വെള്ളമൊഴിച്ച് കുഴയ്ക്കാം. ഇതിലോട്ട് കുറച്ചും കൂടി കൂടുതൽ ഇട്ടിട്ട് നമുക്ക് ചുറ്റും അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു കയ്യിലെടുത്തിട്ട് കയ്യിലൊന്നുമില്ലെങ്കിലും കൈകൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. നന്നായി തേച്ച് കൊടുക്കുക. ഒരുവിധം കട്ടിയിലൊക്കെ തന്നെ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചട്ടിയുടെ കനം കുറഞ്ഞ് കഴിഞ്ഞാൽ ചട്ടി പൊട്ടിപ്പോവും. ഇനി നമുക്ക് വക്ക് പിടിപ്പിച്ച് കൊടുക്കാം. ഇതേപോലെ നന്നായി തേച്ച് കൊടുക്കുക. ഇത് നമുക്ക് ലെവലാക്കി കൊടുക്കാം. ഞങ്ങൾ അത്ര ചട്ടി ഉണ്ടാക്കലാരൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ചട്ടി നമ്മൾ അത്ര എളുപ്പത്തിൽ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമല്ലേ. അതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കാറ്. നമുക്ക് കുറച്ച് സിമെൻറ്റ് എടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് കുറുകൽ പാകത്തിനാക്കി, അത്ര കുറുകരുത്.
ഈ ഭാഗത്തിനാക്കി പേസ്റ്റ് ഭാഗത്തിനാക്കി ഇതിലോട്ട് മിനുക്കി കൊടുക്കാം. വക്കൊക്കെ നന്നായി മിനുക്കി കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി ഊരിയെടുക്കാം. പതുക്കെ തിരിച്ചു കൊടുക്കാം. ഇനി ഉള്ളിൽ നന്നായി ശരിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഓട്ടോത്തി കൊടുക്കാം. ഒരു പൈപ്പ് കൊണ്ട് അതിലൊരു ഓട്ട ഇട്ട് കൊടുത്താൽ മതി. നല്ല വലിയ ഓട്ട തന്നെ വേണം, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കും. ഇത്രയെങ്കിലും ഒരു ഓട്ട വേണം. ഇനി ഇത് നമുക്ക് നാളെ എടുക്കാം. ഇന്ന് വെച്ചിട്ട് നന്നായി വലിയണം. വലിഞ്ഞ് കഴിഞ്ഞിട്ട് നാളെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് കമത്തി വെയിലത്ത് വെച്ച് കൊടുക്കാം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നോക്കാം. നന്നായിട്ട് ചുറ്റും തട്ടി കൊടുക്കണം. വിട്ട് പോകുന്നതിൽ ഇനി അതിൻ്റെ മുകളിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ കുടഞ്ഞു നോക്കണം. ചിലതൊക്കെ പെട്ടെന്ന് വിട്ടു വരും, ചിലത് പെട്ടെന്ന് വിട്ടു വരില്ല. നമ്മുടെ ചട്ടി ശരിയായിട്ടുണ്ട്. പാട്ടൊക്കെ വലുതാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വെള്ളത്തിലിടാം. 7 ദിവസം നമുക്ക് വല്ല ടാങ്കിലോ എന്തെങ്കിലും വെള്ളത്തിൽ മുക്കി വയ്ക്കണം ചട്ടി. എന്നാലേ ചട്ടിക്ക് നന്നായിട്ട് ഉറപ്പ് വരുള്ളൂ. ഇനി നമുക്ക് 7 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. ഞങ്ങളുടെ കയ്യിൽ വൈറ്റ് പ്രൈമറാണ് ഉള്ളത്, അതുകൊണ്ട് ഞങ്ങൾ വൈറ്റ് പ്രൈമർ അടിച്ചു കൊടുക്കണം.